أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. الصلاة والسلام عليك يا سيدنا يا رسول الله. اللهم رب يسر ولا تعسر، رب زدنا علما وحلما وفهما وعقلا وأدبا وحفظا وورعا وإيمانا كاملا. رب ضمن بالخير والسعادة، إنك على كل شيء قدير. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولتلاميذنا ولأزواجنا ولأولادنا ولأحبابنا ولجميع أمة سيدنا محمد صلى الله عليه وسلم، لا سيما لمصنف هذا الكتاب ولجميع المصنفين والشارحين والمحشين من أهل السنة والجماعة. الحديث الخامس، അഞ്ചാമത്തെ ഹദീസ്. عن أم المؤمنين أم عبد الله عائشة رضي الله عنها قالت. വിശ്വാസികളുടെ മാതാവായ ഉമ്മു അബ്ദില്ല എന്ന് ഓമന പേരുള്ള ആയിഷ റളിയല്ലാഹു അൻഹ മഹദിയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ ആയിഷത്തും വ ഹഫ്സത്തും വ സൗദ സഫിയ്യത്തും മൈമൂനത്തും വ റംല ഹിന്ദും വ സൈനബും കദ ജുവൈരിയ ലിൽ മുഅ്മിനീന ഉമ്മഹാത്തും മർദിയ. നമ്മൾ ഏറ്റവും ആദരിക്കേണ്ടവരാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മമാർ. ഒരുപാട് വിഷയങ്ങളിൽ സ്വന്തം മാതാവിനെ പോലെയാണ് നമ്മൾ അവരെ കാണേണ്ടത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൽപ്പെട്ട മറ്റൊരു പുരുഷന് അവരെ വിവാഹം കഴിക്കാൻ പാടില്ല, അവർ ഉമ്മാന്റെ സ്ഥാനത്താണ്. അപ്പോ ആ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയാണ് ലോകത്ത് ഏറ്റവും അധികം ഹദീസ് റിപ്പോർട്ട് ചെയ്ത വനിത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിലെ കന്യക, ഒരു വിശ്വവിജ്ഞാന കോശം പോലെ സ്വഹാബികൾക്കിടയിൽ ജ്വലിച്ചു നിന്ന ധീരയായ പണ്ഡിതയായ സ്വഹാബി വനിത. ഖാലത്ത്, മഹദി പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. മൻ അഹ്ദസ, ഏതെങ്കിലും ഒരാൾ പുതുതാക്കി ഉണ്ടാക്കിയാൽ. അഹ്ദസ എന്ന് പറഞ്ഞാൽ ഇഖ്തറഅ എന്നാണ്, കറ്റുകെട്ടി ഉണ്ടാക്കുക, പുതുതായി നിർമ്മിക്കുക. അവന്റെ സ്വന്തം ഭാഗത്ത് നിന്ന് അവൻ പുതുതാക്കി ഉണ്ടാക്കിയതാണ്. ഫി അംരിന ഹാദ, നമ്മുടെ ഈ വിഷയത്തിൽ, നമ്മുടെ ഈ കാര്യം എന്ന് പറഞ്ഞാൽ ഫി ദീനിന വ ശറഇന, നമ്മുടെ ഈ മതത്തിൽ അല്ലാഹു തആല നമുക്ക് തൃപ്തിപ്പെട്ടു തന്ന ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന ഈ മതത്തിൽ ആരെങ്കിലും സ്വന്തം ഇഷ്ടത്തിന് പുതുതാക്കി ഉണ്ടാക്കിയാൽ, മാ ഒന്നിനെ, ലൈസ അതല്ല, മിൻഹു ആ ദീനിൽപ്പെട്ടതല്ല. അപ്പൊ ദീനിൽ പെടാത്ത ഒരു കാര്യം പുതുതാക്കി ഉണ്ടാക്കിയാൽ, അവിടെ പ്രത്യേകം അത് നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ്. മാ ലൈസ മിൻഹു, മാ ഹുവ മിൻഹു അല്ല, ദീനിൽ പെടാത്ത ഒരു കാര്യം
ദീനുമായി അതിനൊരു ബന്ധവുമില്ല, ദീനിൽ അതിനൊരു അസുലില്ല, അങ്ങനത്തെ ഒരു കാര്യം ഒരാൾ പുതുതാക്കി ഉണ്ടാക്കിയാൽ ഫഹുവ റദ്ദ്. ഫഹുവ റദ്ദ് എന്ന് പറഞ്ഞാൽ ഫഹുവ മർദൂദുൻ, അത് തള്ളപ്പെടുന്നതാണ്, അത് പരിഗണിക്കപ്പെടുകയില്ല. അതിന്റെ ഉത്തരവാദി, അത് പുതുതായി കൊണ്ടുവന്നതിന്റെ ഉത്തരവാദിത്വം അവന് തന്നെയായിരിക്കും. അതിന്റെ കുറ്റം അവനേറ്റെടുക്കേണ്ടി വരും. അതിന് ദീനിൽ ഒരു മൂല്യവും ഉണ്ടാവുകയില്ല. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്റെ സ്വഹീഹുൽ ബുഖാരിയിലെ കിതാബുസ് സുൽഹിൽ ഈ അധ്യായം, ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു തന്റെ സ്വഹീഹ് മുസ്ലിമിലെ കിതാബുൽ അഖ്ദിയയിൽ ബാബു നഖ്ദിൽ അഹ്കാമിൽ ബാത്തില വറദ്ദി മുഹ്ദസാത്തിൽ ഉമൂർ എന്ന അധ്യായത്തിൽ മഹാനവറുകളും കൊണ്ടുവന്നിട്ടുണ്ട്. ധാരാളം റിപ്പോർട്ടർമാർ നിവേദനം ചെയ്ത ഈ ഹദീസ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജവാമിഉൽ കലിമുകളിൽ പെട്ടതാണ്. നിരവധി അനവധി ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഹദീസാണ് ഈ ഹദീസ്. നമ്മുടെ ആന്തരികമായ, നമ്മുടെ മനസ്സിന്റെ അവസ്ഥ എങ്ങനെ ആയിരിക്കണം എന്ന് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന ഹദീസിലൂടെ നമ്മളെ പഠിപ്പിച്ചതുപോലെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം, അത് പരിശുദ്ധ ഇസ്ലാമിൽ അസ്ലുള്ളതായിരിക്കണം, ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട പ്രവർത്തനമായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മൾ ചെയ്യുന്ന ആരാധനകൾ എന്ന് പഠിപ്പിക്കുന്ന ഹദീസാണ് ഇത്. നമ്മുടെ ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ മറ്റൊരു ഗ്രന്ഥമാണ്. മഹാനവറുകൾക്ക് ധാരാളം കിതാബുകളുണ്ട്. മിൻഹാജ് എന്ന ലോകപ്രസിദ്ധമായ ഗ്രന്ഥം, മിൻഹാജുൽ ആബിദീൻ എന്ന തസവൂഫിന്റെ മഹത്തായ ഗ്രന്ഥം, റിയാദുസ് സ്വാലിഹീൻ എന്ന പ്രസിദ്ധമായ കിതാബ്, അതുപോലെ അൽ അദ്കാർ അടക്കം, ശർഹ് മുസ്ലിം അടക്കം, നമ്മൾ അതുപോലെ റൗദയും നമുക്ക് കേട്ട് പരിചയമുള്ള, സുബ്ഹാനല്ലാഹ്, 40 വർഷം ജീവിച്ച ഇമാം നബവി റളിയല്ലാഹു അൻഹു എഴുതിയ ഗ്രന്ഥങ്ങളുടെ പേജുകൾ മഹാനവറുകളുടെ ജീവിതത്തിലെ ഒരു ദിവസത്തിന് 20 പേജ് കണക്കെ. ജീവിതത്തിലെ മൊത്തം ദിവസങ്ങൾ എടുത്താൽ ഓരോ ദിവസത്തിനും അള്ളാഹുവിന്റെ ദീനിന്റെ 20 പേജുകൾ മഹാനവറുകൾ എഴുതിയിട്ടുണ്ടാവും. എഴുതുന്ന സമയത്ത് വിളക്കണഞ്ഞു പോയപ്പോൾ അവിടെയുള്ള മുന്തിരിവള്ളി പ്രകാശിച്ചത് നബവി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ തുല്യതയില്ലാത്ത ചരിത്രമാണ്. മഹാനവറുകൾ വഫാത്തായി പിന്നീട് അവിടെ വരുന്നത് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹുവാണ്. ഇമാം നബവി തങ്ങൾ ഇരുന്നിടത്തിരിക്കാൻ മടി കാണിച്ച് അതബോടുകൂടെ മഹാനവറുകൾ കാല് വെച്ചിടത്താണ് സുബ്കി ഇമാം റളിയല്ലാഹു അൻഹു ഇരുന്ന് ദർസ് നടത്തിയത്. അത്രയും ലോകം ആദരിച്ച് രണ്ടാം ശാഫിഈ എന്നറിയപ്പെടുന്ന മഹാനവറുകൾ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ സ്വഹീഹ് മുസ്ലിമിന്റെ വ്യാഖ്യാനത്തിൽ മഹാനവറുകൾ ഈ ഹദീസിനെ കുറിച്ച് പറയുന്നുണ്ട്. വഹാദൽ ഹദീസു ഖായിദത്തുൻ അദീമത്തുൻ മിൻ ഖവായിദിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ പൊതു നിയമങ്ങളിൽപ്പെട്ട ഒരു മഹത്തായ കായിദയാണ് ഈ ഹദീസ്. വഹുവ മിൻ ജവാമിഇ കലിമിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജവാമിഉൽ കലിമിൽ പെട്ടതാകുന്നു. ധാരാളം അർത്ഥം, എല്ലാ വിഷയങ്ങളെയും ഉൾക്കൊള്ളുന്ന ഹദീസാകുന്നു ഇത്. ഫഇന്നഹു സ്വരീഹുൻ ഫീ റദ്ദി കുല്ലിൽ ബിദ്അഇ വൽ മുഖ്തറആത്ത്, എല്ലാ ബിദ്അത്തുകളെയും ദുരാചാരങ്ങളെയും റദ്ദ് ചെയ്യുന്ന,
തള്ളിക്കളയുന്ന ഒരു വലിയ ഹദീസാകുന്നു നമ്മൾ ഈ ഓതിയ 5-ാമത്തെ ഹദീസ്. ഈ ഹദീസിൽ മൻ അഹദസ ഫീ അംരിനാ ഹാദാ, ഈ ദീനിൽ അള്ളാഹുവിന്റെ ഈ ശറഅയിൽ ആരെങ്കിലും പുതുതായി വല്ലതും കൊണ്ടുവന്നാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെട്ടതാണ്, അത് തള്ളപ്പെടുന്നതാണ് എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. പിന്നെ എങ്ങനെയാ പറഞ്ഞത്? മൻ അഹദസ ഫീ അംരിനാ ഹാദാ, ഈ ദീനിൽ ആരെങ്കിലും പുതുതാക്കി ഉണ്ടാക്കിയാൽ, മാ ലൈസ മിൻഹു, അങ്ങനെ ഒരു വേർഡ് അവിടെ ഉണ്ട്. മാ ലൈസ മിൻഹു, ദീനിൽ പെടാത്ത കാര്യം. അപ്പൊ ഫഹുവ റദ്ദുൻ, ആ കാര്യം തള്ളപ്പെടുന്നതാണ്, അല്ലെങ്കിൽ അത് കൊണ്ടുവന്ന അവൻ ഫഹുവ, അവൻ റദ്ദുൻ, തള്ളപ്പെട്ടവനാണ്, അവന്റെ വാക്കിനൊരു വിലയില്ല. അപ്പൊ നിങ്ങൾ നോക്കൂ, ഈ ഹദീസിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ദീനിൽ പുതുതാക്കുന്ന, ദീനിൽ ഒരാള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ സ്വഹാബികളോ ചെയ്യാത്ത ഒരു കാര്യം ചെയ്യുമ്പോൾ, മാ ലൈസ മിൻഹു, അതിൽ പെടാത്ത കാര്യമാണെങ്കിൽ, ദീനിൽ പെടാത്ത കാര്യമാണെങ്കിൽ അത് തള്ളപ്പെടേണ്ടതാണ്. മാ ഹുവ മിൻഹു, അതിൽ പെട്ട കാര്യമാണെങ്കിൽ ഫഹുവ ലൈസ ബിമർദൂദ് എന്ന് അതിൽ നിന്ന് മനസ്സിലാവും, അത് തള്ളപ്പെടേണ്ടതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് ചെയ്യാത്ത 10,000-കണക്കിന് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചെയ്യുന്നുണ്ട്. നമ്മുടെ ജീവിത ശൈലിയിലായാലും, നമ്മുടെ പഠന മേഖലയിലായാലും, നമ്മുടെ ആരാധനാലയങ്ങൾ നിർമ്മിക്കുന്നതിലായാലും, അതുപോലെ നമ്മൾ വിജ്ഞാനം വിതരണം ചെയ്യുന്ന കാര്യത്തിലായാലും, ഏത് വിഷയത്തിൽ നമ്മൾ എടുത്തു നോക്കിയാലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാലത്ത് ചെയ്ത ആ രീതിയിലല്ല നമ്മൾ ഇത് ചെയ്യുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്? ആ കാര്യം പരിശുദ്ധമായ ദീനിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. ഇപ്പോ നബി സല്ലല്ലാഹു ഇബാദത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നിക്കാഹ് എന്ന് പറയുന്നത്. നിക്കാഹ് കഴിക്കുക എന്നുള്ളത് ചില ആളുകൾക്ക് സുന്നത്താണ്, ചില ആളുകൾക്ക് അത് നിർബന്ധമായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. ഏതായാലും ഈ മഹത്തായ കർമ്മം ഒരാൾ ചെയ്താൽ ഫഖദ് അഹറസ സുലുസൈ ദീനി, അദ്ദേഹത്തിന്റെ ദീനിന്റെ 2/3 ഭാഗം അയാൾ ഒരുമിച്ച് കൂട്ടി എന്നാണ് പറഞ്ഞത്. ഇത്രയും വലിയ മഹത്തായ ഒരു ഇബാദത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് ചെയ്തതുപോലെ ആ നിക്കാഹിന്റെ രീതിയിൽ നമ്മുടെ നാട്ടിൽ ഇന്ന് എന്താണ് നടക്കുന്നത്? എത്രയോ വ്യത്യാസമുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള കല്യാണവും ഈ കാലഘട്ടത്തിൽ നടക്കുന്ന കല്യാണവും അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ ആ നിക്കാഹ് എന്ന് പറയുന്നത് ദീനിൽ പെട്ട കാര്യമാണ്. മാ ഹുവ മിൻഹു ആണ്, ദീനിൽ പെട്ട കാര്യമാണ് നിക്കാഹ്. അപ്പൊ അതിനൊരു അസ്ല് ദീനിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ ദീനെ എതിർക്കാത്ത ഏത് കോലത്തിലും അത് ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അന്ന് കല്യാണത്തിന് കൊടുത്തത് പോലെയല്ല ഇന്ന് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത്. ഒരു പക്ഷേ അന്ന് അതിനൊരു പന്തലൊരുക്കിയത് പോലെ ആവൂല ഇന്ന് അതിന് പന്തലൊരുക്കുന്നത്. അങ്ങനെ എന്ത് മാറ്റം വന്നാലും ആ നിക്കാഹ് എന്ന് പറയുന്ന അതിൻ്റെ അസ്ലിൽ അതിന് ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകളിൽ അതിൻ്റെ അസ്ലിൽ ഒരു മാറ്റവും അതിന് വന്നിട്ടില്ല. അതുകൊണ്ട് അത് തള്ളപ്പെടേണ്ടതല്ല. എന്നാൽ ദീനെതിർത്ത ഏതെങ്കിലും ഒരു കാര്യം നിക്കാഹിൽ വന്നാൽ, ഉദാഹരണം കള്ളു കൊടുക്കുക എന്നുള്ളത് ദീനെതിർത്തതാണ്, അത് ആ നിക്കാഹിൽ വന്നാൽ അതിന് ദീനിൽ അസ്ലില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഇല്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്താലും അത് ആക്ഷേപിക്കപ്പെടേണ്ട ബിദ്അത്താണ് എന്ന് മനസ്സിലാക്കരുത്. ബിദ്അത്ത് തന്നെ
മംദൂഹത്തായ ബിദ്അത്തുണ്ട്, മദ്മൂമത്തായ ബിദ്അത്തുണ്ട്. അതായത് പുതിയ ആചാരങ്ങൾ, റസൂലുള്ളാഹിന്റെ കാലത്ത് ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചെയ്യുമ്പോൾ അതില് മംദൂഹത്തായത്, സ്വാഗതാർഹമായതും ആക്ഷേപാർഹമായതും അതിലുണ്ട്. അപ്പോ മാ ഹുവ മിൻഹു ആണെങ്കിൽ, അസ്ല് ദീന് സ്ഥിരപ്പെട്ടതാണെങ്കിൽ അത് സ്വാഗതാർഹമാണ്, സ്തുത്യർഹമാണ്. അസ്ല് ദീനിൽ സ്ഥിരപ്പെടാത്തതാണെങ്കിൽ, അതിന്റെ ദീനുമായിട്ട് അതിനൊരു ബന്ധമില്ല, അപ്പോൾ അത് മദ്മൂമത്താണ്, ആക്ഷേപാർഹമാണ്, തള്ളപ്പെടേണ്ടതാണ്. അതിനു വേണ്ടിയിട്ടാണ് മൻ അഹ്ദഥ ഫീ അംരിനാ ഹാദാ, ദീനിൽ ആരെങ്കിലും ഒരാൾ പുതുതാക്കി ഉണ്ടാക്കിയാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് പറയുന്നതിന് പകരം ഈ ദീനിൽ ആരെങ്കിലും പുതുതാക്കി ഉണ്ടാക്കിയാൽ മാ ലൈസ മിൻഹു, ദീനിൽ പെടാത്ത കാര്യം പുതുതാക്കി ഉണ്ടാക്കിയാൽ എന്ന് പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാനുള്ള കാരണം, ഈ ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ധാരാളം ഇബ്നു മാജ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ധാരാളം മഹാന്മാർ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നമ്മൾ വളരെ വിപുലമായി നബിദിനം ആഘോഷിക്കുന്നു. ഇന്ന് നമ്മുടെ ഇടയിൽ നടക്കുന്ന വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നബിദിനം ആഘോഷിച്ചിട്ടില്ല എന്ന പേരിൽ അത് ആക്ഷേപിക്കപ്പെടേണ്ടതില്ല. കാരണം നബിദിനാഘോഷം എന്ന് പറയുന്ന പരിപാടി ഒന്ന് ഖുർആൻ ഓതലാണ്, അത് റസൂലുള്ളാഹിന്റെ കാലത്ത് ഖുർആൻ ഓത്ത് സ്ഥിരപ്പെട്ടതാണ്. പിന്നെ ഹദീസ് വായിക്കലാണ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സ്ഥിരപ്പെട്ടതാണ്. പിന്നെ ഭക്ഷണം വിതരണം ചെയ്യലാണ്, അതും അങ്ങനെ തന്നെയാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയുക, മദ്ഹ് പാടുക, ഇതെല്ലാം അന്ന് സ്ഥിരപ്പെട്ടതാണ്. അപ്പൊ നമ്മൾ അന്ന് ഇല്ലാത്തൊരു കാര്യമാണ് ഇന്ന് നമ്മൾ പുതുതായി കൊണ്ടുവന്നതെങ്കിലും അത് മാ ഹുവ മിൻഹു ആയ കാര്യമാണ്. അതായത് അതിന്റെ അസ്ല് ദീനിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്, അപ്പോൾ അത് തള്ളപ്പെടേണ്ടതല്ല എന്നാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലുള്ളാഹിന്റെ കാലത്ത് 2 ബാങ്ക് ഇല്ലായിരുന്നു. അത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ കാലത്ത് കൊണ്ടുവന്നതാണ്. ആ ബാങ്ക്, അങ്ങനെ ബാങ്ക് മഹാനവറുകളുടെ കാലത്തുണ്ട് എന്ന് സ്വഹീഹ് ബുഖാരിയിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ദീനിന്റെ ഭരണഘടനയാകുന്ന ഖുർആൻ ഒറ്റ മുസ്ഹഫിൽ ക്രോഡീകരിച്ചിരുന്നില്ല. ആ മുസ്ഹഫിന് അക്ഷരങ്ങൾ, അതിന് ഹർക്കത്തുകൾ, അകാരം, ഇകാരം, ഉകാരം, ഈ ഹർക്കത്തുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അത് പിന്നീട് വന്നതാണ്. ആവശ്യമായി വന്നപ്പോൾ മഹാന്മാരായ ഇമാമുമാർ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒറ്റ ഇമാമിന്റെ കീഴിൽ തറാവീഹ് നിസ്കരിക്കുക. നമ്മുടെ പള്ളികളിലൊക്കെ അങ്ങനെയാണല്ലോ, ഒറ്റ ഇമാമിന്റെ കീഴിൽ തറാവീഹ് നിസ്കരിക്കുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഇല്ല. അത് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന കാലത്ത് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമത്ത് നിർത്തിയിട്ട് മഹാനവറുകൾ പറഞ്ഞു, നിഅമത്തുൽ ബിദ്അത്തു ഹാദിഹി, എത്ര നല്ല ബിദ്അത്താണിത്, എത്ര നല്ല സുന്നത്താണിത് എന്നല്ല, എത്ര നല്ല ബിദ്അത്താണിത്. അതായത് ഇത് സ്വാഗതാർഹമായ ബിദ്അത്താണ്. അപ്പോ ബാങ്കിന്റെ വിഷയത്തിലായാലും, ഖുർആൻ ക്രോഡീകരണത്തിന്റെ വിഷയത്തിലായാലും, തറാവീഹിന്റെ വിഷയത്തിലായാലും, ഇങ്ങനെ അനവധി കാര്യങ്ങൾ അസ്ല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സ്ഥിരപ്പെട്ടതുകൊണ്ട് പിന്നീട് ശർഅ് വിരോധിക്കാത്ത വിധത്തിൽ അതിൽ പുതിയ മാറ്റങ്ങൾ വരുത്തുമ്പോൾ, ശർഅ് വിരോധിക്കാത്ത വിധത്തിൽ അതിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് തള്ളപ്പെടേണ്ടതല്ല എന്ന് ഈ
ഈ കാര്യങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുകയും മാ ലൈസ മിൻഹു ആണെങ്കിൽ ദീനിൽ അതിന് ദീനുമായി ഒരു ബന്ധവുമില്ലെങ്കിൽ, ദീനിൽ അതിന്റെ അസ്ല് സ്ഥിരപ്പെട്ടിട്ടില്ലെങ്കിൽ അത് തള്ളപ്പെടണം. അപ്പൊ മാ ഹുവ മിൻഹു ആണെങ്കിൽ, അസ്ല് ദീനിൽ ഉള്ള ഒരു കാര്യമാണെങ്കിൽ, ഇപ്പൊ സ്വതക്ക ചെയ്യുന്നത് പോലെ ദീനിൽ ഉള്ള ഒരു കാര്യമാണെങ്കിൽ അത് തള്ളപ്പെടേണ്ടതല്ല എന്നുമാണ്. ഇതാണ് ഇത്രയും വിശാലമായ വലിയൊരാശയം. എന്തെല്ലാമാണ് ബിദ്അത്ത്, എന്തെല്ലാമാണ് സുന്നത്ത്, എന്തെല്ലാമാണ് മുൻകറാത്തുകൾ, വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഈ കാര്യങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളിക്കുന്ന ഒരു ഹദീസാണ് ഈ അഞ്ചാമത്തെ ഹദീസ്. വഫി റിവായത്തിൽ മുസ്ലിം, മുസ്ലിമിന്റെ വേറെ ഒരു റിപ്പോർട്ടിലുണ്ട് ഇതേ ആശയമുള്ള ഒരു ഹദീസ്. മൻ അമില അമലൻ, ആരെങ്കിലും ഒരു പ്രവർത്തനം ചെയ്താൽ ലൈസ അലൈഹി അംറുന, ആ കാര്യത്തിന് നമ്മുടെ നിർദ്ദേശമില്ല, ഫഹുവ റദ്ദ്, അത് തള്ളപ്പെട്ടതാണ്, അത് മർദൂദാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശമനുസരിച്ചായിരിക്കണം നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയത്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നത് നിങ്ങൾ എടുക്കുക. വമാ നഹാക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെ വിരോധിച്ചത്, വമാ നഹാക്കും അൻഹു ഫന്തഹു, അത് നിങ്ങൾ വെടിയുകയും ചെയ്യുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന കാര്യങ്ങൾ, അവിടുന്ന് നമ്മോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഒഴിവാക്കേണ്ടത് ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. ചെയ്യേണ്ടുന്ന കാര്യങ്ങളോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് കൽപ്പിച്ച കാര്യങ്ങൾ. അപ്പോ ഇന്ന് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ നമ്മൾ ചെയ്യും. ഇപ്പൊ ബിദ്അത്തുകാർ, അവര് വെള്ളിയാഴ്ച ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ് യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഉ ഇലാ ദിക്രില്ലാഹ്, ദിക്റുല്ലാഹ്, അല്ലാഹുവിന്റെ ദിക്ർ എന്ന് പറഞ്ഞ ഇബാദത്താണ് ഖുതുബ. ആ ഇബാദത്തിന് ഒരു ഭാഷയുണ്ട്, അത് അറബിയാണ്. പ്രത്യേക നിബന്ധനകൾ, ഷർത്തുകൾ, ഫർളുകൾ, സുന്നത്തുകൾ, ആദാബുകൾ ഉള്ള ഇബാദത്താണ് ഖുതുബ. ആ ഖുതുബയെ അവര് പ്രസംഗമാക്കി തരം താഴ്ത്തി. അത് പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് കേരളത്തിൽ തന്നെ 12ഓളം സ്വഹാബികൾ വന്ന് എന്നിട്ട് 12ഓളം പള്ളികൾ അവരുണ്ടാക്കി. ആ പള്ളികളിൽ അന്നും ഇന്നും അറബിയിൽ ഖുതുബ ഓതുന്നു. ആ പള്ളികളിൽ അന്നും ഇന്നും പെണ്ണുങ്ങൾ പള്ളിയിൽ പോകുന്നില്ല. അപ്പോ കാരണം എന്തേ? കഴിഞ്ഞ ആഴ്ചയില്ല, അതിന്റെ മുമ്പത്തെ ആഴ്ചയില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലം മുതൽ തുടർന്നു പോരുന്ന ഒരു ചര്യ. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അറബിയിൽ ഖുതുബ എന്നുള്ളത്. ഈ ബിദ്അത്തുകാരല്ലാത്ത ലോകത്ത് ഇത്ര കാലം കഴിഞ്ഞ ഒരു ഇമാമും ഒരു താബിഈയും ഒരു സ്വഹാബിയും അറബിയല്ലാത്ത ഭാഷയിൽ അനറബികളായ സ്വഹാബികളും താബികളും ഉണ്ടായിട്ട് പോലും അവർ ഓതിയിട്ടില്ല. കാരണം പ്രത്യേക ഫർദുകളും സുന്നത്തുകളുമുള്ള ആദാബുകളുള്ള ഒന്നാണ് വെള്ളിയാഴ്ചയിലെ ഖുതുബ. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തരാത്ത ഒരു രീതി പാടില്ല. കാരണം ഖുതുബയുടെ തെളിവ് ഞാൻ നിസ്കരിച്ചതുപോലെ നിങ്ങൾ നിസ്കരിച്ചോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശമാണ്. മുത്തുനബി നിസ്കരിച്ചത് അറബിയിൽ ഖുതുബ ഓതിയിട്ടാണ്. അപ്പൊ നമ്മളും അങ്ങനെ തന്നെ അറബിയിൽ ഖുതുബ ഓതിയിട്ട് നിർവഹിക്കണം. ചുരുക്കി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഇസ്ലാമിൽ നീങ്ങാൻ പാടുള്ളൂ. നമ്മൾ ദീനിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ
ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്താൻ. മാലൈസ മിനുഹുവാണോ മാഹുവ മിനുഹുവാണോ എന്നാണ് നോക്കേണ്ടത്. അന്നില്ലാത്ത കാര്യം ഇന്ന് ചെയ്യുമ്പോൾ ദീനിൽ സ്ഥിരപ്പെട്ട കാര്യമാണെങ്കിൽ നമുക്ക് ചെയ്യാം. ദീനിൽ സ്ഥിരപ്പെടാത്ത കാര്യമാണെങ്കിൽ നമുക്കത് ചെയ്യാനേ പാടില്ല. ഇതാണ് അതിൻ്റെ മാനദണ്ഡം. ഇത് എല്ലാ വിഷയത്തിലും നമുക്ക് സ്വീകരിക്കാവുന്നത് കൊണ്ടാണ് ജവാമി അൽ കലിമാണ് ഈ ഹദീസ് എന്ന് പറയാനുള്ള കാരണം. ഈ കൂടുതലായി വിശദീകരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഫത്ഹുൽ ബാരിയിൽ ഈ ഹദീസ് ചർച്ച ചെയ്യുന്നിടത്ത് മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഈ ഹദീസ് ഇസ്ലാമിന്റെ അസുലുകളിൽ എണ്ണപ്പെടുന്ന ഹദീസാണ്. ഇസ്ലാമിന്റെ പൊതു നിയമങ്ങളിലുള്ള ഖായിദയായി എണ്ണപ്പെടുന്ന ഹദീസാണിത്. കാരണം ഇതിന്റെ അർത്ഥം മൻ ഇഖ്തറഅ ഫിദ്ദീനി മാ ലാ യശ്ഹദു ലഹു അസ്ൽ, ദീനിൽ ഒരു അസ്ലുമില്ലാത്ത ഒരു കാര്യം ഒരാൾ പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്നാണ് പറഞ്ഞത്. അപ്പോ ഈ ഹദീസ് നമ്മൾ പറഞ്ഞ ആ അർത്ഥത്തിലാണ്. ദീനിൽ ഒരു അസ്ലുമില്ലാത്ത ഒരു കാര്യം പുതുതായി ഉണ്ടാവുന്നതാണ് ബിദ്അത്തുൻ സയ്യിഅ, മോശമായ ബിദ്അത്ത് എന്ന് പറയുന്നത്. ബിദ്അത്തുൻ ഹസനയുണ്ട്, ബിദ്അത്തുൻ സയ്യിഅയുണ്ടല്ലോ. നല്ല ബിദ്അത്തുണ്ട്, മോശമായ ബിദ്അത്തുണ്ട്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഇല്ലാത്തത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഇല്ലാത്ത ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യൽ നിർബന്ധമുള്ളതുണ്ടാകും, സുന്നത്തുള്ളതുണ്ടാകും, അനുവദനീയമായതുണ്ടാകും, ചെയ്യൽ ഹറാമുള്ളതുണ്ടാകും, കറാത്തുള്ളത് ഉണ്ടാകും. അപ്പോ നല്ല ബിദ്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഇല്ലാത്ത, ഇന്ന് നമ്മുടെ ദീനിന് ഉപകരിക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ, അത് ചെയ്യുന്നതിന് ഒരു വിരോധവുമില്ല. കാരണം അതിന് അസ്ലു ഉണ്ട്. ഇവിടെ ഫഹുവ റദ്ദ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞത് മർദൂദ് എന്നാണ്. അത് ഖൽഖിന് മഖ്ലൂഖ് എന്ന് പറയുന്നത് പോലെ, ഖൽഖ് എന്ന് പറഞ്ഞാലും മഖ്ലൂഖ് എന്ന് പറഞ്ഞാലും സൃഷ്ടി എന്നാണല്ലോ. അതുപോലെ നസ്ഖ് മൻസൂഖ് എന്നൊക്കെ പറയുന്നത് പോലെ മസ്ദറിനെ ഇസ്മുൽ മഫൂലിന്റെ മാനാക്ക് ഉപയോഗിച്ചതാണ്. അപ്പൊ തള്ളപ്പെടേണ്ടതാണ് എന്നാണ് അതിന്റെ അർത്ഥം. ദീനിന്റെ പ്രമാണങ്ങളുടെ പകുതിയാണ് ഈ ഹദീസ് എന്ന് പറയാറുണ്ട്. ഹാദൽ ഹദീസു യസ്ലഹു അൻ യുസമ്മ നിസ്ഫ അദില്ലത്തുശ് ശറഅ്, ശറഅന്റെ പ്രമാണങ്ങളുടെ പകുതിയാണെന്ന് ഈ ഹദീസിനെ പറ്റി പറയപ്പെടാൻ പറ്റും. കാരണം എന്തെല്ലാം കാര്യമാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് ശരിക്ക് വ്യക്തമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുവന്ന ഈ പരിശുദ്ധമായ ദീനിൽ അന്ന് സ്ഥിരപ്പെടാത്ത, അന്ന് ഒരു അസ്ലില്ലാത്ത എന്തൊരു കാര്യം ആര് കൊണ്ടുവന്നാലും അത് മുഴുവൻ തള്ളപ്പെടേണ്ടതാണ് എന്ന്, എന്തെല്ലാം കാര്യം നമ്മൾ ഒഴിവാക്കണം. ദീനിൽ രണ്ട് കാര്യമാണുള്ളത്. പ്രധാനമായും ഒന്ന് നമ്മൾ ചെയ്യേണ്ടത്, മറ്റൊന്ന് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത്. അപ്പോൾ പാടില്ലാത്തത് ചെയ്യേണ്ടതും ചെയ്യാൻ പറ്റാത്തതും. അപ്പൊ ചെയ്യാൻ പറ്റാത്ത കാര്യം എന്ന് പറയുന്നത് ഒരു ഭാഗം, ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്നത് മറ്റൊരു ഭാഗം. പറ്റാത്ത കാര്യം മുഴുവൻ ഈ ഹദീസിൽ വ്യക്തമായി പറയുകയും, അതായത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അതിന് ഒരു അസ്ല് സ്ഥിരപ്പെട്ടിട്ടില്ല, നബിയോ സ്വഹാബത്തോ ചെയ്തതായി ഒരു അസ്ലുമില്ലെങ്കിൽ അത് തള്ളപ്പെടണം. അപ്പോൾ ഒഴിവാക്കേണ്ട കാര്യം മൊത്തം അതിൽ പറയുകയും പിന്നെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് അവ്യക്തമായി പറയുകയും ചെയ്തു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ സ്വഹാബികളോ ചെയ്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കണം എന്ന് അത്രയും വിശാല എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിക്കുന്ന ഹദീസാണ്
ഈ പരിശുദ്ധമായ കിതാബുൽ അർബഈനയിലെ 5-ാമത്തെ ഹദീസ്. സുന്നത്ത് എന്ന് പറയുമ്പോൾ തിരുചര്യ, ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പുത്തനാശയം, ദുരാചാരം. അത് പല വിധമുണ്ട്. മദ്മൂമത്തും മഹ്മൂദത്തുമുണ്ട്, ഹസനത്തും സയ്യത്തുമുണ്ട് എന്ന് ഞാൻ എൻ്റെ വകയിൽ പറഞ്ഞതല്ല. എത്രയോ ഇമാമുകൾ, ഇമാം നവവി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ധാരാളം ഇമാമിങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ അത് എഴുതി വച്ചിട്ടുണ്ട്. എല്ലാ ബിദ്അത്തും പഴച്ചതാണ്, പഴച്ചതൊക്കെ നരകത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ്. ശർറുൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിദ്അത്തൊക്കെ പഴച്ചതാണ് എന്ന് പറഞ്ഞത് സയ്യിഅത്തായ ബിദ്അത്തിനെ കുറിച്ചാണ്, ളാലത്തായ മദ്മൂമത്തായ പഴച്ച ബിദ്അത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അതൊക്കെ സയ്യിഅത്തായ ബിദ്അത്ത്, അതെല്ലാം പാടില്ലാത്തതാണ്, അതൊക്കെ നരകത്തിലാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. കാരണം ബിദ്അത്തുകളിൽ ചിലത് നമുക്ക് മഹ്മൂദത്തായ നല്ല ബിദ്അത്തുകളിൽ ചിലത് നിർബന്ധമായും ചിലത് സുന്നത്തായിട്ടും ഒക്കെ വരും. അതുകൊണ്ടാണ് ശാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, മാ അഹ്ദസ വഖാലഫ കിതാബൻ ഔ സുന്നതൻ ഔ ഇജ്മാഅൻ ഔ അസറൻ ഫഹുവ അൽ ബിദ്അത്തു ളാല. ഇജ്മാഇനോടോ കിതാബിനോടോ ഹദീസിനോടോ എതിരാകുന്ന ഒരു കാര്യം പുതുതായി ചെയ്താൽ അത് പഴച്ച ബിദ്അത്താണ്. എന്നാൽ ഒരാൾ ഒരു പുതിയ ഒരു കാര്യം ചെയ്തു, പക്ഷേ വലം യുഖാലിഫു ശൈഅൻ മിൻ ദാലിക, കിതാബിനോടോ സുന്നത്തിനോടോ ഇജ്മാഇനോടോ ഒന്നും എതിരായില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബികളുടെയും കാലത്ത് അങ്ങനെ സംഭവമില്ല. എന്നാ ആ ബിദ്അത്ത് ഫഹുവൽ ബിദ്അത്തുൽ മഹ്മൂദത്തു, അത് പ്രശംസനീയമായ നല്ല ബിദ്അത്താണെന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സാധാരണഗതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുണ്ടോ സ്വഹാബികളുടെ കാലത്തുണ്ടോ എന്ന് ചോദിച്ച് നമ്മളെ വഴിവേൽപ്പിക്കാറുണ്ട്. ദീനിൽ അസ്ല സ്ഥിരപ്പെട്ട ഒരു കാര്യം ശറഇനോട് എതിരാകാത്ത വിധത്തിൽ നമ്മൾ ചെയ്താൽ അത് ചിലപ്പം സുന്നത്തായി മാറും, ചിലപ്പോ നിർബന്ധമായിരിക്കും, ചിലപ്പോ ഹലാലായിരിക്കും. അതിൽ നിർബന്ധമായത് ചെയ്താൽ നമുക്ക് കൂലി കിട്ടും, സുന്നത്തായത് ചെയ്താലും കൂലി കിട്ടും, ഹലാലായത് ചെയ്താൽ പിന്നെ അതിന് കൂലിയും ശിക്ഷയും ഇല്ലല്ലോ. ഈ ഒരു അസ്ല് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഹദീസാണ് ഇത് എന്നും കൂടെ ചേർത്തി പറയുകയാണ്. അല്ലാഹു തആല കബൂലാക്കട്ടെ. പരിഗണനയുടെയും ബഹുമാനത്തിന്റെയും വിഷയത്തിൽ ഉമ്മമാരെ പോലെയാണ്. ഉമ്മാനെ നമ്മൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അതുപോലെ അത്രയും ആദരവും ബഹുമാനവും നമ്മുടെ ഉമ്മമാർ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ, 9 ഭാര്യമാർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷമാണ് വഫാത്തായത്. എന്നാൽ 2 ആളുകൾ സൈനബ് ബിൻത്ത് ഖുസൈമയും അതുപോലെ ബീവി ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹ, അവരും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹയാത്ത് കാലത്ത് തന്നെ വഫാത്തായിട്ടുണ്ട്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള്, ഭാര്യ. എന്നാൽ പിന്നെ അവർ കഴിഞ്ഞാൽ രണ്ടാമത് അടുത്തതായി വിവാഹം കഴിച്ചത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹം കഴിച്ചിട്ടുണ്ട്. അവരോടായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും പ്രിയമുണ്ടായിരുന്നത്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ശേഷം ഇവിടെ ഉമ്മു അബ്ദില്ല എന്ന ഓമനപ്പേര്, ഉമ്മ കൂട്ടിയിട്ടാണ് ഓമനപ്പേര്. പക്ഷേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് മക്കളില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് അബ്ദുള്ളയുടെ മകൻ എന്ന് പറയാനുള്ള കാരണം, ആയിഷ ബീവിയുടെ ജ്യേഷ്ഠത്തിയായ അസ്മാ ബീവിയുടെ മകൻ അബ്ദുള്ള എന്ന് പറയുന്ന ആ ചെറിയ കുട്ടി, അതായത് ആയിഷ ബീവിയുടെ ജ്യേഷ്ഠത്തിക്ക് കുട്ടി ഉണ്ടായപ്പോൾ
ആ കുട്ടിയുമായി മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് വന്നപ്പോൾ കുട്ടിക്ക് അബ്ദുള്ള എന്ന് പേര് വെച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുള്ളാന്റെ ഉമ്മ എന്ന് എളാമയാകുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ വിളിച്ചത് കൊണ്ടാണ് മഹദി അവറുകൾ ആ പേരിൽ അറിയപ്പെടാനുള്ള കാരണം. മഹദി അവറുകൾക്ക് സാധാരണ നമ്മൾ പറയാറുള്ളത് ഖദീജത്തുൽ കുബ്ര, ഫാത്തിമത്തു സഹ്റ, ആയിഷത്തു തുഹ്റ എന്നൊക്കെ പറയാറുള്ളത് പോലെ ആയിഷത്തു സിദ്ദീഖ, അള്ളാഹുവിന്റെ 1,24,000 വരുന്ന അമ്പിയാക്കന്മാർ, അവർ കഴിഞ്ഞാൽ ഏറ്റവും മഹത്വമുള്ളത് സിദ്ദീഖീങ്ങളാണ്. ഉലൈക അല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ആ സിദ്ദീഖീങ്ങളുടെ നേതാവാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അമ്പിയാക്കന്മാർ കഴിഞ്ഞാൽ ഏറ്റവും ബഹുമാനമുള്ള ആൾ. ആ സിദ്ദീഖ് അത്രയും വലിയ സ്വദാഖത്തുള്ള ആ മഹാനുഭാവന്റെ മകളാണ്. അതുകൊണ്ട് മാത്രമല്ല, അതുകൊണ്ട് സിദ്ദീഖ എന്ന് പറഞ്ഞത് മഹദി അവറുകളും ആ സിദ്ദീഖീങ്ങളിൽപ്പെട്ട ഒരാളായതുകൊണ്ടാണ് സിദ്ദീഖ എന്ന് പറഞ്ഞത്. ഏതായാലും ലോകത്ത് ഹദീസിന് വേണ്ടി മാത്രം ജീവിച്ച മഹദിക്ക് മക്കളില്ല. കാരണം അവരെ വിവാഹം കഴിച്ചതിന്റെ പിന്നിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ അരമനയിൽ അവിടുത്തെ വീട്ടിൽ കഴിഞ്ഞത് ഖിയാമം വരെയുള്ള ജനങ്ങൾക്ക് ആവശ്യമായതെല്ലാം മനസ്സിലാക്കി പറഞ്ഞു കൊടുത്ത അത്രയും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയുമുള്ള മഹദിയെ അല്ലാഹു തആല പ്രത്യേക പരിഗണനയും പരിപാലനവും നൽകുകയായിരുന്നു എന്ന് മഹദിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ, നമ്മുടെ ഈ അംറിൽ, ഈ വിഷയത്തിൽ, ഈ കാര്യത്തിൽ ആരെങ്കിലും പുതുതാക്കി വല്ലതും ചെയ്താൽ, അവിടെ ദീനാണ് ശർആണ് ഉദ്ദേശിച്ചത് എന്ന് നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് ദീനിനെ കുറിച്ച് അംർ എന്ന് പറയാൻ കാരണം? മൻ അഹ്ദസ ഫീ ദീനിനാ ഹാദാ എന്ന് പറഞ്ഞില്ലല്ലോ. ഈ ദീനിൽ ആരെങ്കിലും വല്ലതും പുതുതാക്കി ഉണ്ടാക്കിയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും പഠിപ്പിക്കാത്തത് ചെയ്താൽ എന്ന് പറഞ്ഞില്ല. ദീനി എന്ന് പറഞ്ഞതിന് പകരം അംർ എന്ന് പറഞ്ഞു. കാരണം അംർ എന്ന് പറഞ്ഞാൽ കാര്യമെന്നാണ്. ഒരു വലിയ വിഷയം, വലിയ ഒരു കാര്യം, വിഷയം എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതായത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദീനിനേക്കാൾ വലിയൊരു കാര്യമില്ല. നമ്മുടെ കാര്യം, നമ്മുടെ വിഷയം ദീനാണ്. നമുക്ക് ദീനിനേക്കാൾ വലിയൊരു വിഷയമോ ദീനിനേക്കാൾ വലിയ ഒരു കാര്യമോ ഇല്ല. നമ്മൾ അങ്ങനെ കാണാനും പാടില്ല. നമ്മുടെ അമ്രുൻ മുഹിം, പ്രധാനപ്പെട്ട വിഷയം, അമ്രുൻ അദീം, നമ്മുടെ മഹത്തായ വിഷയം എന്ന് പറയുന്നത് അത് ദീനാണ്. അങ്ങനെയാണ്. അപ്പോ ഏറ്റവും കാമിലായ ഫർദിലേക്കാണ് ഇങ്ങനെ മുത്തലക്ക നിലക്ക് പറഞ്ഞാൽ പോവുക എന്നുണ്ടല്ലോ. അപ്പോ നമ്മുടെ ഏറ്റവും അമ്രുൻ അദീം, അമ്രുൻ മുഹിം അത് ദീനാണ്. അപ്പൊ നമ്മുടെ വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതൊരു കാര്യത്തിൽ എന്നല്ല, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അത് ദീനാണ്. അപ്പോ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ദീനായിരിക്കണം എന്ന് നമ്മളെ മനസ്സിലാക്കി തരാൻ കൂടിയാണ് നമുക്ക് ആ ഒരു ആശയം കൂടെ ലഭിക്കും. ഫി അംരിന എന്ന്, ഫി ദീനിന എന്ന് പറയാതെ ഫി അംരിന എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ആശയം കൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അഞ്ചാമത്തെ ഹദീസ് എന്ന് പറഞ്ഞിട്ട് ഇതില് ഹദീസിന്റെ 2 ടെക്സ്റ്റുകൾ കൊണ്ടുവന്നല്ലോ. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ എന്നുള്ളത് ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചു. രണ്ടാമത്തെ ഭാഗം മൻ അമില അമലൻ ലൈസ അലൈഹി അംറുന എന്ന് തുടങ്ങുന്നത് മുസ്ലിമിൽ മാത്രമുള്ളതാണ്. ഇത് രണ്ടും ഒരേ ആശയം തന്നെയാണ്. പിന്നെ എന്തിനാണ് രണ്ടാമത്
മുസ്ലിം മാത്രം ഉദ്ധരിച്ചത് എന്തിനാണ് കൊണ്ടുവന്നത്? ഒന്നാമത്തത് പറഞ്ഞ ഹദീസിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ അമ്മാണ്, അർത്ഥവ്യാപ്തി ലഭിക്കുന്നുണ്ട്, കൂടുതൽ ആശയം ലഭിക്കുന്നുണ്ട് രണ്ടാമത്തെ ഹദീസിൽ. അതായത് ഒന്നാമത്തെ ഹദീസിൽ മൻ അഹദസ ഫി അംരിനാ ഹാദാ, ആരെങ്കിലും ഒരാൾ ഒരു ബിദ്അത്ത് അയാൾ ഉണ്ടാക്കിയാൽ, മുൻ മാതൃകയില്ലാത്തൊരു കാര്യം സ്വന്തം ഇഷ്ടത്തിന് ദീനിന്റെ പേരിൽ കൂട്ടിച്ചേർത്താൽ, അപ്പൊ അത് ചെയ്തത് അയാളാണ്. അപ്പോ ഒരാൾ പുതുതാക്കി ഉണ്ടാക്കിയാൽ ആ കാര്യം മാത്രമേ അതിൽ പെടുന്നുള്ളൂ. നേരെ മറിച്ച് രണ്ടാമത്തതിൽ മൻ അമില അമലൻ, നമ്മുടെ സമ്മതമില്ലാത്ത ഒരു കാര്യം, നമ്മൾ സമ്മതം നൽകിയിട്ടില്ലാത്ത ഒരു കാര്യം ആരെങ്കിലും ചെയ്താൽ, അപ്പൊ അത് അയാൾ പുതുതാക്കി ഉണ്ടാക്കണം എന്നില്ല. മുമ്പാരോ ഉണ്ടാക്കിയ ബിദ്അത്താണ്, അല്ലെങ്കിൽ ഇയാൾ ഉണ്ടാക്കിയ ബിദ്അത്താണ്, രണ്ടുപേരും പെടുള്ളൂ. ആദ്യത്തേതിൽ അയാൾ ഉണ്ടാക്കിയത് മാത്രമേ പെടുള്ളൂ. രണ്ടാമത് പറഞ്ഞ ഹദീസിൽ അദ്ദേഹം ഉണ്ടാക്കിയതായാലും മതി, അല്ലെങ്കിൽ വേറൊരാൾ ഉണ്ടാക്കി മുമ്പാരോ ചെയ്ത ബിദ്അത്താണ്, ഇയാള് അത് ചെയ്തു, എന്നാലും രണ്ടാമത്തതിൽ പെടും. അപ്പോൾ ഒന്നാമത്തതിനേക്കാൾ കൂടുതൽ വിഷയങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നത് കൊണ്ട്, ആയതുകൊണ്ട്, അർത്ഥവ്യാപ്തി ഉള്ളത് കൊണ്ടാണ് മുസ്ലിമിന്റെ മറ്റൊരു റിപ്പോർട്ട് കൂടെ ഇമാം നവവി റളിയല്ലാഹു അൻഹു ഈ അഞ്ചാമത്തെ ഹദീസിന്റെ കൂടെ ചേർത്തത്. മൻ അമില അമലൻ, ആരെങ്കിലും വല്ല പ്രവർത്തനവും ചെയ്താൽ, ലൈസ അലൈഹി അംറുന, അതിന്റെ മേല് നമ്മുടെ അമ്ര ഇല്ല എന്ന് പറഞ്ഞാൽ, അവിടെ അമ്ര എന്ന് പറഞ്ഞാൽ ഇതിന് പെർമിഷൻ, സമ്മതം എന്നാണ് ഇമാം തഫ്താസാനി റളിയല്ലാഹു അൻഹു അതിന് അർത്ഥം കൊടുത്തത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യത്തിന് സമ്മതം നൽകിയില്ല. അങ്ങനത്തെ ഒരു കാര്യം നമ്മൾ ചെയ്താൽ അത് ദീനായി കൂട്ടാൻ പറ്റൂല. അത് നോമ്പിന്റെ കാര്യത്തിലായാലും, നിസ്കാരത്തിന്റെ കാര്യത്തിലായാലും, കുളിയുടെ കാര്യത്തിലായാലും, ഏതായാലും നമുക്ക് സമ്മതമുള്ളതേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഏത് വിഷയത്തിലാണ് സമ്മതമില്ലാത്തത്? നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും വമാ നഹാക്കും അൻഹു ഫൻതഹു എന്നാണ് ഖുർആൻ പറഞ്ഞത്. നമ്മളോട് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം നമ്മൾ ഒഴിവാക്കണം. ഇന്ന കാര്യം, ഇപ്പോ നബിദിനം കഴിക്കരുത് എന്ന് പറഞ്ഞാൽ പിന്നെ കഴിക്കാൻ പാടില്ല എന്നതുപോലെ ഏത് കാര്യവും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ, കാരണം അത് നമുക്ക് സമ്മതമില്ല എന്നാണ് ആ ഹദീസിന്റെ അർത്ഥം. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് ഒരു കാര്യം, ഇന്ന കാര്യം നിങ്ങൾ ചെയ്യണം, കൽപ്പന വേണം, ഇന്ന കാര്യം നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ മാത്രമേ അത് ചെയ്യാവൂ എന്നല്ല. അങ്ങനെ ഖുർആനിലുമില്ല. നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് വമാ ആതാകുമുർ റസൂലു ഫഖുദു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നത് നമ്മൾ സ്വീകരിക്കുക. ഒഴിവാക്കേണ്ടതോ റസൂലുള്ള വിരോധിച്ചത് മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം നമ്മളോട് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന്, ഇപ്പൊ നമ്മൾ എത്രയോ നമ്മുടെ ജീവിതത്തിൽ പലതും പഠിക്കുന്നു, പലതും ചെയ്യുന്നു, പലയിടത്തും പോകുന്നു. ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് കൽപ്പിച്ചത് കൊണ്ടല്ല, ഇത് ചെയ്യണം എന്ന് പറഞ്ഞത് കൊണ്ടല്ല, ചെയ്യരുത് എന്ന് പറയാത്തത് കൊണ്ടാണ്. നീ അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, സമ്മതം കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റൂല. അപ്പോ ഒരു കാര്യത്തിൽ കൽപ്പന കണ്ടാലേ അത് ചെയ്യാവൂ എന്നില്ല, വിരോധന കണ്ടാൽ ചെയ്യരുത് എന്ന് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത് മുഴുവൻ നമുക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. എത്രയോ കാര്യങ്ങൾ റസൂലുള്ളാഹിക്ക് നിർബന്ധമായത് നമുക്ക് നിർബന്ധമായിക്കൊള്ളുന്നില്ല.
ദുഹാ നിസ്കാരം, വിത്ർ നിസ്കാരം, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിർബന്ധമായ സംഗതിയാണ്. അതുപോലെ രാവും പകലും കൂട്ടിയിട്ട് നോമ്പ് മുറിക്കാതെ ആ സൗമുൽ വിസ്വാൽ എന്ന് പറയുന്ന തുടർച്ചയായിട്ട് നോമ്പ് നോൽക്കുന്ന കോലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറ്റും, നമുക്കത് പറ്റുകയില്ല. അപ്പോ നമുക്ക് പെർമിഷൻ നൽകാത്ത കാര്യം ചെയ്യരുത്, വിരോധിച്ച കാര്യം ചെയ്യരുത്, അല്ലാത്ത കാര്യം ചെയ്യാവുന്നതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോ അമ്രുന എന്ന് പറഞ്ഞാൽ മൻ ആമില അമലൻ ലൈസ അലൈഹി അമ്രുന, നമ്മുടെ കൽപ്പനയില്ല എന്നല്ല, നമ്മുടെ പെർമിഷൻ, ഇതിന് ഹുക്മ് എന്നൊക്കെയാണ് അവിടെ മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ ഏറ്റവും പറയാൻ നന്നാവുക.